ഞാന് നിങ്ങൾക്കിന്ന് പഠിപ്പിക്കാൻ പോകുന്നത് ഇവിടെ പല ആളുകളും ജ്യൂസ് ഉണ്ടാക്കാനും അതേപോലെ ഓംലേറ്റ് ഉണ്ടാക്കാനൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. ഞാൻ നിങ്ങൾക്ക് പഠിപ്പിക്കാൻ പോകുന്നത് എനിക്കറിയുന്ന ഒരു കാര്യം വല വീശുക എന്നുള്ളതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പൊ എങ്ങനെ പിടിക്കണം നമ്മൾ വല കണ്ടുപിടിക്കുക. ഈ വലന്റെ ഈ കയറ് ഒരു ഹോൾ ഉണ്ടാവും, അതിങ്ങനെ കൈമിടുക. ഇത് ഫസ്റ്റ് ഇങ്ങനെ കൈമിട്ടതിൻ്റെ ശേഷം ഇങ്ങനെ ചുറ്റുക. കയറ് ഇങ്ങനെ കുടുങ്ങാത്ത രൂപത്തിൽ ഇങ്ങനെ ചുറ്റുക. അങ്ങനെ ചുറ്റി ഫുള്ള് ചുറ്റുക. ചുറ്റി കഴിഞ്ഞതിൻ്റെ ശേഷം ലാസ്റ്റ് വരുമ്പോൾ വലന്റെ ഈ കെട്ടിന്റെ ഭാഗം ഇങ്ങനെ കറക്റ്റിന് വരണം. വന്നു കഴിഞ്ഞിട്ട് ഒരേപോലെ ഇങ്ങനെ വല പിരിയാത്ത രൂപത്തിൽ നേരെ കച്ചറില്ലാതെ ഇങ്ങനെ ചുറ്റി. ഇതിൽ കുറച്ച് വലിയ വലയാണ്, അതേതും കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അങ്ങനെ കറക്റ്റിന് ചുറ്റി ചെറുതാക്കി എന്നിട്ടിങ്ങനെ കറക്റ്റിന് ഇത്ര ചുറ്റിയതിന് ശേഷം കറക്റ്റ് പിടിക്കുക. എന്നിട്ട് ഇതിൽ നാലിലൊരു ഭാഗം ഇങ്ങനെ പെടാതെ ഇങ്ങനെ കറക്റ്റ് കുടുങ്ങാത്ത വൃത്തി. ഈ വലത്തെ കയ്യിന്റെ മുട്ടൻ കൈമക്കാണ്ട് കയറ്റിക്കുക. എന്നിട്ട് ഇതിൽ നിന്ന് നാലിലൊരു ഭാഗം ഇങ്ങനെ നെയ്തെടുത്ത് നമ്മളെ ഈ വലത്തെ കൈ കുറച്ച് പൊക്കി പിടിച്ച് ഇങ്ങനെ വീശിക്കഴിഞ്ഞാൽ പരന്നു കിട്ടും. അപ്പൊ എൻ്റെ ഒരു അറിവ് നിങ്ങൾക്കും കൂടി പകർത്തിയതാണ്. നാളെ ഒരു വല വാങ്ങിയിട്ട് തൽക്കാലം മീനിന്റെ ബുദ്ധിമുട്ട് തീർക്കാൻ ഇങ്ങനത്തെ ഒരു ചെറിയ വല വാങ്ങുക, മറ്റുള്ള തോട്ടിലൊക്കെ കൊണ്ടുപോയിട്ട് വല വീശിയിട്ട് മീൻ പിടിക്കുക. തൽക്കാലത്തെ മീനിന്റെ ബുദ്ധിമുട്ട് നമുക്ക് തീർക്കാം. ഇത് എൻ്റെ ഒരു ഉപദേശമായിട്ട് കണക്കിലെടുത്ത് ഒരു ഗുഡ് മെസ്സേജായിട്ട് എല്ലാവരും ലൈക്ക് ചെയ്യുക.